നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സേവ് ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന പഠനങ്ങളും പ്രാർത്ഥനകളും വചന പ്രഘോഷണവുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ മൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണല്ലോ. ഇന്ന് നമ്മൾ 17ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ 5ാം ഭാഗമായ പുതിയ നിയമത്തിലെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കുടുംബവും നീതിനിഷ്ഠ ജീവിതവും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ അവതരിപ്പിക്കുന്നത് നീതിനിഷ്ഠരായ സക്കറിയ എലിസബത്ത് ദമ്പതികളെയാണ്. അവർ യഥാർത്ഥ യഹൂദ മതഭക്തരാണ്. ഇരുവരും പുരോഹിത കുടുംബത്തിൽ നിന്നുള്ളവർ. സക്കറിയ പുരോഹിതന്മാരുടെ 24 ഗണങ്ങളിൽ ഒന്നായ അബിയായുടെ ഗണത്തിൽപ്പെട്ടവൻ. എലിസബത്ത് അഹറോന്റെ കുടുംബത്തിൽപ്പെട്ടവളും. കുറ്റമറ്റ ജീവിതം നയിക്കുന്ന കുടുംബം. സക്കറിയായും എലിസബത്തും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്ന നീതിനിഷ്ഠരായിരുന്നു. ലൂക്ക 1:6. നീതിനിഷ്ഠർ എന്ന വാക്ക് പഴയ നിയമത്തിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നീ എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഉൽപ്പത്തി 17:1. എങ്കിലും കർത്താവ് അവർക്കൊരു വലിയ സഹനം അനുവദിച്ചു. നീതിനിഷ്ഠരായിരുന്നിട്ടും അവർക്ക് മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ചില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. കൂടാതെ ഗർഭം ധരിക്കാൻ പ്രായം കവിഞ്ഞവളുമായിരുന്നു. സന്താനമില്ലായ്മ ദൈവശാപമാണെന്ന് യഹൂദ സമൂഹം കരുതിപ്പോന്നിരുന്നു. മക്കളില്ലാത്ത അവസ്ഥ യഹൂദരുടെ ഇടയിൽ വലിയ അപമാനമായിരുന്നു. ലൂക്ക 1:25. മക്കളില്ലാത്ത ദമ്പതികളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, ദൈവത്താൽ ശപിക്കപ്പെട്ടവരെന്ന് സമൂഹം നിന്ദിച്ചിരുന്ന കാലഘട്ടം. എങ്കിലും സക്കറിയായും എലിസബത്തും ക്ഷമയോടെ ദൈവഹിതത്തിന് വഴിപ്പെട്ടുകൊണ്ട് സന്താന അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയിലൂടെയുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ചരിത്രം ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നതിൽ ആദ്യ സംഭവമാണ് സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ഈ സ്ഥിതിവിശേഷം. നീതിനിഷ്ഠനെങ്കിലും സഹിക്കേണ്ടി വന്ന ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിൽ പങ്കുചേരുന്ന ജീവിതമാണ് കുടുംബജീവിതം എന്ന് ഇത് സൂചിപ്പിക്കുന്നു. സഹനങ്ങൾ ഉണ്ടായാലും കുറ്റമറ്റ കുടുംബജീവിതം നയിക്കാൻ സക്കറിയായുടെ കുടുംബം പ്രചോദനമാകണം. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന കുടുംബം. സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു എന്നതിന് സംശയമില്ല. അവർ ഇരുവരും പുരോഹിത കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പ്രാർത്ഥന ആഭിമുഖ്യമുള്ള കുടുംബമായിരുന്നു അവരുടേത് എന്നുള്ള സൂചന ഇതിലുണ്ട്. സന്താനലബ്ധിക്ക് വേണ്ടി ഇരുവരും പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു എന്ന സൂചനയും വിവരണത്തിലുണ്ട്. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ലൂക്ക 1:13. ഇക്കാലമെല്ലാം സന്താനലബ്ധിക്കായി സക്കറിയ പ്രാർത്ഥിച്ചിരുന്നുവെന്നും അവസാനം അയാളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയെന്നുമാണല്ലോ ദൂതന്റെ ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത്. എലിസബത്തും തന്റെ വന്ധ്യത നീക്കുവാൻ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നതായി അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗർഭവതിയായപ്പോൾ അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. പ്രായമാകുവോളം സന്താന ഭാഗ്യമില്ലാതെ ജീവിക്കേണ്ടി വന്നിട്ടും
സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബജീവിതമാണ് അവർ നയിച്ചിരുന്നത്. കാര്യസാധ്യം ലഭ്യമാകാത്ത സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ വർത്തിക്കുവാൻ കുടുംബങ്ങൾക്ക് ഇത് പ്രചോദനമാകണം. ദൈവ പദ്ധതിയിൽ മക്കളെ സ്വീകരിക്കുന്ന കുടുംബം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി ദൈവം നൽകുന്ന പുത്രൻ ആരായിരിക്കുമെന്നും എന്തായിരിക്കുമെന്നും വ്യക്തമായി ദൈവദൂതൻ അറിയിക്കുകയാണ്. ലൂക്കാ 1:13-17. സക്കറിയായ്ക്ക് ജനിക്കുന്ന പുത്രന്റെ പേരും ദൗത്യവും ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. ശിശുവിന് പേരിടുക എന്നത് പിതാവിന്റെ അവകാശവും അധികാരപ്രയോഗവുമാണ്. പിതാവിനടുത്ത അവകാശം പ്രായോഗികമാക്കേണ്ടത് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ മാനിച്ചുകൊണ്ട് വേണം. സക്കറിയായ്ക്ക് അവന്റെ ഭാര്യ എലിസബത്തിൽ ഒരു പുത്രൻ ജനിക്കുമെന്ന കാര്യം തീർച്ചയാണെന്നതിന്റെ ഉറപ്പുകൂടിയാണ് പേരിടിയിൽ നിർദ്ദേശം. താൻ അറിയിച്ചത് സംഭവിക്കുമെന്നുള്ളതിന് കൂടുതൽ ഉറപ്പു നൽകുന്ന വാക്കുകൾ ദൂതൻ തുടർന്ന് പറയുന്നു. നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. ഇത് സക്കറിയായ്ക്ക് ഒരു പുത്രനെ ലഭിക്കുന്നതിന്റെ പേരിൽ കേവലം ഒരു പിതാവിനുണ്ടാകുന്ന ആനന്ദവും സന്തോഷവും മാത്രമല്ല, പിന്നീട് യോഹന്നാന്റെ ജനനത്തിൽ സക്കറിയ പാടിയ ഗീതത്തിൽ ലൂക്കാ 1:67-79 ഇത് വ്യക്തമാണ്. ഇസ്രായേലിന്റെ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ദാവീദിന്റെ ഭവനത്തിൽ ഒരു രക്ഷകനെ ഉയർത്തുകയും അവന് മുമ്പേ പോകാനും വഴിയൊരുക്കാനും ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തിരിക്കുന്നതിലുള്ള സന്തോഷമാണ് അത്. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. ലൂക്കാ 1:14. മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്നും അവരെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിക്കനുസൃതമായി സ്വീകരിക്കുവാനും വളർത്തുവാനുമുള്ള കടമ മാതാപിതാക്കന്മാർക്കുണ്ടെന്നും സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ദൈവഹിതപ്രകാരം മക്കളെ വളർത്തുന്ന കുടുംബം. യോഹന്നാൻ സ്നാപകന്റെ വളർച്ചയെപ്പറ്റി ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം പറയുന്നു: ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. ലൂക്കാ 1:80. ചരിത്രപരമായി സ്നാപകന്റെ വളർച്ചയെപ്പറ്റി വ്യക്തമായി പറയുവാൻ തെളിവുകളൊന്നുമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വ്യാഖ്യാതാക്കൾ സ്നാപകന്റെ വളർച്ച മരുപ്രദേശത്തുള്ള കുമ്രാൻ സമൂഹത്തോട് ബന്ധപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകൻ സ്നാപക യോഹന്നാന്റെ ശിഷ്യത്വത്തിൽ നിന്നും ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നു എന്നതാണ് ഈ ബന്ധപ്പെടുത്തലിന് പശ്ചാത്തലമൊരുക്കിയത്. കുമ്രാൻ ലിഖിതങ്ങളുമായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിനുള്ള സാഹിത്യപരമായ ചില ബന്ധങ്ങളും ഇതിന് പ്രേരകമായിട്ടുണ്ട്. ഏതായാലും ദൈവദത്തമായ തന്റെ ദൗത്യ നിർവഹണത്തിന് യോഹന്നാനെ ഒരുക്കുന്ന ഒരു വളർച്ചയായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ ശിശുവിന്റെ വളർച്ചയെ കാണുന്നത്. പഴയ നിയമത്തിൽ സാംസന്റെ വളർച്ചയെപ്പറ്റി പരാമർശിക്കുന്നതിനോട് സമാനമാണിത്. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്നവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. മഹനേദാനിൽ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ന്യായാധിപൻ പുസ്തകം 13:24-25. സക്കറിയായും എലിസബത്തും അവർക്ക് ദൈവം നൽകിയ മകനെ ദൈവദത്തമായ ദൗത്യ നിർവഹണത്തിന് പര്യാപ്തമായ വിധം വളർത്തി എന്നതിന് സംശയമില്ല. മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ദൈവം നൽകുന്ന മക്കളെ സ്വന്തം അഭീഷ്ടപ്രകാരമല്ല, പ്രത്യുത മക്കൾ ഓരോരുത്തരുടെയും ദൈവവിളിയെ മാനിച്ചുകൊണ്ടും ആ വിളിക്കനുസൃതമായുമാണ് വളർത്തേണ്ടത്. കുടുംബം തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ദൈവം തന്റെ ഏകജാതനെ യാത്രയാക്കിയത് ഒരു കുടുംബത്തിൽ മനുഷ്യനായി പിറക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ മനുഷ്യരക്ഷയ്ക്കായി പിറന്ന ദൈവകുമാരന് ജന്മം കൊടുക്കാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. പരമപരിശുദ്ധനായ ദൈവകുമാരന് ജന്മം കൊടുക്കുന്ന കന്യകാമറിയം ഒരു കുടുംബിനിയായി തീരണമെന്നും ദൈവം നിശ്ചയിച്ചു.
അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ യൗസേപ്പ് പിതാവുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് അഥവാ മംഗളവാർത്ത വിശുദ്ധ യൗസേപ്പിനും മറിയത്തിനും ഉണ്ടായത്. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും ചേർന്ന് ഒരു കുടുംബം രൂപപ്പെടുത്തുകയാണ്. ഇങ്ങനെ രൂപപ്പെടുന്ന തിരുക്കുടുംബം ക്രിസ്തീയ കുടുംബങ്ങൾക്കെല്ലാം മാതൃകയും പ്രചോദനവുമാണ്. ദൈവം യോജിപ്പിക്കുന്ന കുടുംബം. ഈശോയുടെ അമ്മയായ മറിയം കന്യാത്വം ജീവിക്കുവാൻ തീരുമാനിച്ചിരുന്നവളാണ്. യഹൂദ സമൂഹത്തിൽ കന്യാത്വം വിലമതിക്കപ്പെടാതിരുന്നത് കൊണ്ട് കന്യകയായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കന്യാത്വത്തെ മാനിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്തി അയാളുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കണം. അപ്രകാരം ജോസഫുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കവെയാണ് മറിയത്തിന് മംഗളവാർത്ത ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവൾ ദൂതനോട് ഇങ്ങനെ ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ നീതിമാനായ യൗസേപ്പും ആശയക്കുഴപ്പത്തിലായി. കാരണം മറിയവുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഈ സാഹചര്യത്തിൽ അവർ തമ്മിലുള്ള ബന്ധം വേർപെടുത്താൻ യൗസേപ്പ് ആലോചിച്ചെങ്കിലും മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ദൈവം യൗസേപ്പിനോട് ആവശ്യപ്പെട്ടു. ഇപ്രകാരം ദൈവത്തിന്റെ നിശ്ചയപ്രകാരമാണ് തിരുക്കുടുംബം രൂപം കൊണ്ടത്. വിവാഹം ഒരു ദൈവവിളിയാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനാപൂർവം ദൈവഹിതം വിവേചിച്ചറിഞ്ഞ് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് രൂപം കൊടുക്കുന്ന കുടുംബം തിരുക്കുടുംബത്തിനൊത്ത കുടുംബമായി തീരും. സ്നേഹത്തിൽ നിലനിൽക്കുന്ന കുടുംബം. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിലനിൽക്കുന്ന കുടുംബമായിരുന്നു തിരുക്കുടുംബം. ദൈവസ്നേഹത്തെ പ്രതി കന്യാത്വം നേർന്നിരുന്ന മറിയം താൻ ഗർഭവതിയാകുമെന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ അത് കന്യാത്വവുമായി എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് ദൂതനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് സമ്മതം മൂളിയത്. അതുപോലെ നീതിമാനായ യൗസേപ്പും മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കാൻ ആലോചിച്ചത് തന്റെ ദൈവസ്നേഹം കൊണ്ടാണ്. ഇനി അവളോടൊത്ത് താമസിക്കുന്നത് ദൈവഹിതമാണോ എന്ന് സംശയമാണ് അതിന് പ്രേരകമായത്. അതുപോലെ തന്നെ രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അവളോടുള്ള യൗസേപ്പിന്റെ സ്നേഹം മൂലമാണ്. ഇങ്ങനെ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും പരമപ്രാധാന്യം നൽകിക്കൊണ്ടും അതിൽ നിരന്തരം വ്യാപരിക്കുകയും പരസ്പരം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടും ജീവിച്ച കുടുംബമായിരുന്നു തിരുക്കുടുംബം. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിലനിന്നുകൊണ്ട് പരസ്പരമായിരിക്കുന്നത് പോലെ സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കളും മക്കളും ജീവിക്കുന്ന കുടുംബമാണ് തിരുക്കുടുംബത്തിനൊത്ത കുടുംബം. ദൈവജനത്തോടൊത്ത് ജീവിക്കുന്ന കുടുംബം. തിരുക്കുടുംബം ദൈവജനത്തോടൊത്ത് വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. യഹൂദ സമുദായത്തിൽ ആൺകുട്ടികൾക്ക് പരിച്ഛേദനം, നാമകരണം, ശുദ്ധീകരണം എന്നീ ആചാര അനുഷ്ഠാനങ്ങൾ നിർബന്ധമായിരുന്നു. ആദ്യജാതനെ ആചാരപരമായി ദേവാലയത്തിൽ കർത്താവിന് സമർപ്പിക്കുകയും വേണം. പരിച്ഛേദനം വഴി ഇസ്രായേലിന്റെ അംഗത്വം ലഭിക്കുന്നു. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായി ഈശോയെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ലൂക്ക 2:22-27. വീണ്ടും തിരുനാളുകളോടനുബന്ധിച്ച് ദേവാലയത്തിൽ പോകുന്ന പതിവും യഹൂദർക്കുണ്ടായിരുന്നു. അതിലും തിരുക്കുടുംബം വിശ്വസ്തയോടെ വർത്തിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴാണല്ലോ ബാലനായ ഈശോയെ കാണാതെ പോയത്. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ ഈശോ ജെറുസലേമിൽ തങ്ങി.
ലൂക്ക 2:42-43. ദേവാലയത്തിൽ മാത്രമല്ല, സിനഗോഗിൽ പോകുവാനും കർമ്മങ്ങളിൽ സജീവമായി പങ്കുചേരുവാനുമുള്ള ഒരു പരിശീലനം മാതാപിതാക്കന്മാർ ഈശോയ്ക്ക് നൽകി. ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ലൂക്ക 4:16. സഭാജീവിതത്തിൽ സജീവമായി പങ്കെടുക്കുന്ന കുടുംബം തിരുക്കുടുംബത്തിനൊത്ത കുടുംബമാണ്. പ്രാർത്ഥനയിൽ പരിശീലനം നൽകുന്ന കുടുംബം. തിരുക്കുടുംബം പ്രാർത്ഥനയിൽ പരിശീലനം നൽകുന്ന കുടുംബമായിരുന്നു. ഈശോയുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ കുടുംബത്തിൽ ലഭിച്ച പ്രാർത്ഥനാ പരിശീലനത്തിന്റെ പ്രതിഫലനങ്ങൾ കാണാം. യൗസേപ്പും മറിയവും പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. മംഗളവാർത്തയിൽ മറിയം ദൈവഹിതം ശ്രവിച്ചതും സ്വീകരിച്ചതും സ്വപ്നത്തിൽ യൗസേപ്പ് ദൈവഹിതം വിവേചിച്ചറിഞ്ഞതും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടയാളങ്ങളാണ്. പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്ന അവർ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ ഈശോയെയും പരിശീലിപ്പിച്ചു എന്ന് കരുതുന്നതിൽ ഒട്ടും അസ്വാഭാവികതയില്ല. അങ്ങനെയുള്ള ഒരു പരിശീലനം ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ അന്ത്യപ്രാർത്ഥന. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ ജീവൻ വെടിഞ്ഞു. ലൂക്ക 23:46. ഈ പ്രാർത്ഥന സങ്കീർത്തനം 31 5 വാക്യമാണ്. യഹൂദ മതത്തിൽ കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുമ്പോൾ വീട്ടമ്മമാർ അവർക്ക് ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. ശിശുവായിരുന്നപ്പോൾ ഈശോയുടെ ചെവികളിൽ മറിയം ഈ പ്രാർത്ഥന മന്ത്രിച്ചു കൊടുത്തിരുന്നിരിക്കണം. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഉറങ്ങിയിരുന്ന ഈശോ നിത്യനിദ്രയിലേക്ക് പ്രവേശിച്ചപ്പോഴും ആ പ്രാർത്ഥന ചൊല്ലി എന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ മക്കൾക്ക് പരിശീലനം നൽകുന്ന കുടുംബം തിരുക്കുടുംബത്തിനൊത്ത കുടുംബമാണ്. പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിന് സ്തുതി.